ഹലോ, ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വന്നതാണ്. ഇന്നലെ നമ്മുടെ NTA ഭാഗത്തു നിന്നും JEE മെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ്. ജനുവരി 22 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിലായിരിക്കും JEE എക്സാം നടക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. അതും ഇന്ത്യയിലും മറ്റ് ലോകത്തുള്ള പല സ്ഥലങ്ങളിലുമായിട്ട്, പല സിറ്റീസിലുമായിട്ട് 15 സിറ്റീസ് ഔട്ട്സൈഡ് ഇന്ത്യ അടക്കം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമാണ് JEE മെയിൻ 2025. അതിൻ്റെ ഡേറ്റുകൾ എക്സാക്ട്ലി എന്നൊക്കെ ആയിരിക്കും എന്നുള്ളത് കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഇത് മേ ബി ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ലാബ് എക്സാമിനേഷൻസ് എന്നാണ് വരുന്നത് എന്നുള്ളത് ഈ JEE-യുമായിട്ട് അതിന് ക്ലാഷ് ഉണ്ടാകുമോ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുള്ള ഡൗട്ടാണ്. അതായത് ജനുവരി 22 മുതൽ 30 വരെ എന്ന് പറയുന്ന ഡേറ്റ്, 31 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 വരെയാണ് ഇപ്പം എക്സാമിനേഷൻ വരുന്നുള്ളൂ. അതും അത്രയും ദിവസം മുഴുവനായിട്ടില്ല. ജനുവരി 22, 23, 24 3 ദിവസം കണ്ടിന്യൂസ്ലി 2 ഷിഫ്റ്റുകളിലായിട്ട് എക്സാം ഉണ്ടാകും. രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് മോർണിംഗ് ഷിഫ്റ്റ്. അതുപോലെ തന്നെ 3 മണി മുതൽ 6 മണി വരെയാണ് ഈവനിങ് ഷിഫ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് 25, 26, 27 3 ദിവസം അവധിയാണ്. നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്ന പബ്ലിക് ഹോളിഡേയുടെ സമയമാണ്. അത് കഴിഞ്ഞ് 28-നാണ് അടുത്ത എക്സാം ഉണ്ടായിരിക്കുക. സെക്കൻഡ് ഷിഫ്റ്റും ഫസ്റ്റ് ഷിഫ്റ്റും സിമിലർ മെത്തേഡിൽ തന്നെ. 28, 29 ഉണ്ട്. 28, 29 കണ്ടിന്യൂസ്ലി 2 ദിവസം എക്സാം ഉണ്ടാകും. ജനുവരി 30 എന്തിൻ്റെ എക്സാമാണ്? ജനുവരി 30 പോയി കഴിഞ്ഞാൽ പേപ്പർ 2A നമ്മുടെ BArcൻ്റെയും പ്ലാനിങ്ങിൻ്റെയും പേപ്പറുകളുടെ പരീക്ഷയാണ്. ഏത് ദിവസങ്ങളുണ്ടായിരിക്കുക? ജനുവരി 30 ഉണ്ടായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ദിവസങ്ങളാണത്. ജനുവരി 22 തുടങ്ങി 3 ദിവസം കണ്ടിന്യൂസ്ലി എക്സാം ഉണ്ടാകും. പിന്നെ 28, 29 and 30 എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കാം. ആൻഡ് ആ 30 തന്നെ സെക്കൻഡ് ഷിഫ്റ്റിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ BArcൻ്റെ പേപ്പർ നടക്കുന്നത്. അതുകൊണ്ട് BTech മാത്രം എഴുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഈ കാണുന്ന 5 ഡേറ്റുകളാണെന്ന് പറയാം. ആർക്കിടെക്ചർ കൂടെ ഉള്ള ആളുകൾക്ക് 30 എന്ത് വരാൻ സാധ്യതയുണ്ട്? എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഓർക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ലാബ് എക്സാമിൻ്റെ ഡേറ്റുകൾ മേ ബി 27-നോ അല്ലെങ്കിൽ 24-നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25-നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബാധിക്കുന്ന പ്രശ്നമില്ല. ഈവൻ ജനുവരി 31 ഫെബ്രുവരി 1-നൊക്കെയാണ് നിങ്ങളുടെ ലാബ് എക്സാം എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ക്ലാഷ് ഉണ്ടാവില്ല. 22, 23, 24 തുടങ്ങിയ ഡേറ്റുകളിൽ നിങ്ങളുടെ +2 ലാബ് എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. എൻ്റെ അവസാനമായിട്ടൊന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും, ഇത്തവണ JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ XNY എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിഗ്ഗസ്റ്റ് ഫ്രീ ഓപ്പൺ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ കേരളത്തിലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം. ഏകദേശം 1000-ഓളം കുട്ടികൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും സമയം ബാക്കിയുണ്ട്. ജനുവരി 18-നാണ് എക്സാം നടക്കുന്ന ഡേറ്റ്. അതിന് മുൻപായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊരു കോമ്പറ്റീഷൻ കിട്ടുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ 2025 പാറ്റേണിൽ നമുക്കൊരു എക്സാം എഴുതാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും സൊല്യൂഷൻസും ഈ ചാനലുണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ AIR പെർസെൻറ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കുട്ടികൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ന്യൂസ് കൂടെ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് വേഗം രജിസ്റ്റർ ചെയ്യുക. JEE എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.